ഇതുവരെയായിട്ട് ഒരു ഹാർട്ട് പോലും ഉണ്ടാക്കിയിട്ടില്ലേ? എന്നാൽ നമുക്കൊന്നൊരു വെറൈറ്റി ഹാർട്ട് ഉണ്ടാക്കി നോക്കിയാലോ? ഇതെൻ്റെ ആദ്യത്തെ ട്രൈ ആണ് കേട്ടോ. കുറേ ഇതുപോലെ ആണിയൊക്കെ കുത്തി നിർത്തി അതിൻ്റെ മുകളിൽ ചരടൊക്കെ വലിച്ചിട്ട് ഓരോ ഷേപ്പ് ഉണ്ടാക്കി കാണുമ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റ് തോന്നാറുണ്ട്. പക്ഷേ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. തപ്പി നോക്കിയപ്പോൾ ഒരു മുട്ടുസൂചി പോലും കിട്ടാനില്ല. പിന്നെ ഉള്ളത് അതായി കുറച്ച് തുരുമ്പ് വന്നിട്ടുള്ള ഒരു തരം ആണിയാണ് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ആ ചെറിയ മുള്ളാണികൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഓരോന്നായിട്ട് ഇത് ആ ഷേപ്പിലൊന്ന് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോകണം. അപ്പോൾ ഇത്രയും കട്ടിയുള്ള ഒരു ഫോം ഷീറ്റാണ് ഞാൻ എടുത്തത്. തെർമോക്കോളാണെങ്കിൽ ആകെ പണിപാടും ആകെ വൃത്തികേടാവും. പിന്നെ ഞാൻ ഈ ഒരു ഫോം ഷീറ്റാണ് എടുത്തത്. ഇതിൻ്റെ മുകളിൽ ഹാർട്ട് ഷേപ്പ് വരച്ചിട്ട് ഓരാണികൾ ആ ഷേപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തി കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് അല്ലേ? ഇതുപോലെ പൂരത്തിനൊക്കെ ആനേനെ നിർത്തിയ പോലെ. അപ്പോൾ ഇങ്ങനെ ആണികളൊക്കെ സെറ്റായിട്ടുണ്ട്. ബാക്കി നമ്മളത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആണിയുടെ മുകളിൽ കുറച്ച് കളർ വർക്കുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ഈ സാറ്റൻ്റെ റെഡ് കളർ റിബണാണ്. എന്തോ ഭാഗ്യം ഇതെങ്കിലും ഉണ്ടായല്ലോ. അപ്പോൾ ഞാനിതാ ഈ സാറ്റൻ റിബൺ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മടക്കി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു 6 ആക്ക് ഷേപ്പിൽ നമ്മൾ ഈ ആണിയുടെ ചുറ്റും ഇങ്ങനെ കയറ്റി കൊടുക്കാൻ പോവുകയാണ്. പക്ഷേ എന്താ പണി പാളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹൈറ്റിലാണ് നിർത്തണമായിരുന്നു. ഇത് കുഞ്ഞാണി ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി താഴത്തേക്കാണ് വെച്ചത്. പിന്നെ ഇതൊക്കെ വലിച്ചൂരി വീണ്ടും വേറെ ആണികൾ കുത്തി നിർത്തിയിട്ട് വീണ്ടും ഉണ്ടാക്കാന്ന് പറയുന്നത് അത്ര വലിയ സുഖമുള്ള പരിപാടിയല്ലാത്തതുകൊണ്ട് ഞാനിതാ ഇതിൽ തന്നെ ചെയ്ത് നോക്കാം. അങ്ങനെ ഓരോ സൈഡ് കറക്റ്റായിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് നമ്മൾ ഔട്ടർ ലൈൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചെയ്ത് വന്നപ്പോൾ നല്ല കോൺഫിഡൻസ് ആയി, നല്ല കറക്റ്റിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഫുള്ളും കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഈ സാറ്റൻ റിബൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ Z ആകൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കറക്റ്റ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിൽ ക്രോസ് ആയിട്ടൊന്നും കൂടി ചുറ്റി കൊടുത്തിട്ട് കുറച്ച് പഫ് ഷേപ്പിൽ ആ ഹാർട്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഉണ്ടാക്കി വന്നപ്പോൾ ഞാൻ പ്രതീക്ഷയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു ഹാർട്ട് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് തെർമോക്കോൾ ആണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കട്ടിയുള്ളതിൻ്റെ മുകളിലാണ് കേട്ടോ പറ്റുള്ളൂ. കാരണം ഈ ആണി ഒന്ന് കുത്തി നിൽക്കണ്ടേ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പലകയൊക്കെ എടുക്കണം, പലകയുടെ മുകളിൽ ആണി അടിച്ച് കയറ്റണം. അതിനേക്കാളും എളുപ്പമുള്ള വഴി ഇതാണ്. അപ്പോൾ മോൾ ഭാഗത്ത് നമ്മളിതായി ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് പിരിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ റിബൺ ഞാനിങ്ങനെ മടക്കിയെടുത്തത്. അല്ലെങ്കിൽ കുറച്ചും കൂടി വീതി കൂടുതൽ തോന്നുമായിരുന്നു. എന്തായാലും ഹാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഔട്ടർ കവറിങ്ങിനായിട്ട് ഞാനിത് പശ തേച്ചിട്ട് ഇതുപോലത്തെ ആ ഗോൾഡൻ ആയിട്ടുള്ള സംഭവം നമ്മളൊന്ന് ആ സ്റ്റോൺസ് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആയപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു 3D ഷേപ്പിലൊരു ഹാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ഒരു ആണിയും കൂടി മണ്ടയ്ക്ക് കുത്തി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ സാറ്റൻ റിബൺ കൂടി കോർത്ത് കൊടുത്തിട്ട് ഹാങ് ചെയ്യാനുള്ള ഒരു പാട്ടും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കയ്യിൽ കിട്ടിയ ഐറ്റം വെച്ചിട്ട് എന്ത് വെറൈറ്റി ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഐഡിയകൾ കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വെച്ചിട്ട് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന സർപ്രൈസൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അധികം ചിലവില്ലാതെ എന്നാൽ അവരെ ഹാപ്പിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇഷ്ടമായോ?